ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും ബീഫ് കറീൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്നൊക്കെ അറിയണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ആഡാക്കി കൊടുക്കുക. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കെല്ലാം ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പകുതി സവാള അരിഞ്ഞത് ആഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറിയ രീതിയിൽ വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരി ആഡാക്കി കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം 4 കപ്പ് അരി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് അത് നന്നായിട്ട് തന്നെ കഴുകി വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡാക്കിയിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണ്ട ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അരി പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അരിയെല്ലാം നല്ല രീതിക്ക് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡാക്കി കൊടുക്കാം. ഞാനിവിടെ ഡബിൾ എമൗണ്ടിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം ആഡാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡാക്കി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിടാനായിട്ടുള്ള നമ്മളുടെ കാഷ്യൂനട്ടും പിന്നെ റീസൺസും ഓണിയനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഇതേ നമ്മളെ നെയ്ച്ചോറ് കറക്റ്റായിട്ടും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഓണിയനും കാഷ്യും റേസിൻസൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൂട്ടി കഴിക്കാനായിട്ടുള്ള ബീഫ് കറി റെഡിയാക്കി എടുക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് ബീഫ് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മസാല പൗഡേഴ്സൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് ആഡാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അതും കുറച്ച് വെള്ളവും കൂടി ആഡാക്കിയിട്ടാണ് നമ്മൾ ബീഫ് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യണത്. ഒരു 4-5 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ മസാല ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2 സവാള അരിഞ്ഞത് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് വഴന്ന് വരാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞത് ആഡാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ബീഫ് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ആഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് ടൈമും കൂടിയും ഒന്ന് കുക്കാക്കി എടുക്കാം. ഫൈനലി അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലൊരു സ്മെല്ലിനും ടേസ്റ്റിനും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടിയിട്ട് ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഈസി അല്ലേ ഈ ഒരു നെയ്ച്ചോറിൻ്റെ ബീഫ് കറീൻ്റെ റെസിപ്പി? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.